പലതവണ പരാതി പറഞ്ഞിട്ടും ഒന്നും നടക്കാത്തൊരു സംവിധാനത്തോടുള്ള ഒരു ജനതയുടെ രോഷമാണ്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ജില്ലാ കളക്ടർ, MLA അടക്കമുള്ള ആളുകൾ അവിടെയുള്ള ആളുകളുടെ പ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അവരോടുള്ള വൈദികരുണ്ട്, ഈ എൽദോസിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. എന്തു ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാർ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീരുമാനമാകാതെ ഒരു കാരണവശാലും അവിടെ ഈ പ്രതിഷേധം അവസാനിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കുടുംബത്തിനുള്ള ധനസഹായം ഇന്ന് തന്നെ കൈമാറണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യം. എന്തായാലും ഒരു കാരണവശാലും ബലം പ്രയോഗിച്ച് മൃതദേഹം മാറ്റില്ല മാറ്റേണ്ട എന്ന് തന്നെയാണ് പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ 6-ാം മണിക്കൂറിലേക്ക് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം തുടങ്ങിയിട്ട് ഈ സമയം അത്രയും ഈ മൃതദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. നേരത്തെ ആംബുലൻസിനെ പോലും അങ്ങോട്ടേക്ക് കടത്തിവിട്ടില്ല. ഇപ്പോൾ ആംബുലൻസ് തൊട്ടടുത്തുണ്ട്. പക്ഷേ അവിടെ നിന്ന് അതിലേക്ക് മാറ്റാനുള്ള ചെറിയൊരു ശ്രമം പോലീസ് നടത്തിയപ്പോൾ തന്നെ നാട്ടുകാർ അത് ഇടപെട്ട് തടയുകയാണ്. അപ്പോൾ തന്നെ MLA അടക്കമുള്ള ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ബലം പ്രയോഗിച്ച് ഒരു കാരണവശാലും മൃതദേഹം അവിടെ നിന്ന് മാറ്റരുത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. പക്ഷേ എവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെവിടെ എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യം. തങ്ങൾ പലവട്ടം ഈ പ്രശ്നങ്ങളൊക്കെ പറയാൻ പോയിട്ടും അതിനോടൊക്കെ മുഖം തിരിച്ച ഒരിടപെടലും നടത്താത്ത ഉദ്യോഗസ്ഥരെവിടെ? അവിടെയുള്ള ഫെൻസിങ് സംവിധാനം ശരിയാക്കാം എന്ന് എത്രയോ നാളുകളായി പറയുന്ന ഉദ്യോഗസ്ഥരെവിടെ? അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയാൽ പോലും പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറക്കുമ്പോഴേക്ക് ഇവിടെയുള്ള ഫെൻസിങ് സംവിധാനം ശരിയായിരിക്കണം, അത് പ്രവർത്തിപ്പിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി വേണം, അവർക്ക് നഷ്ടപരിഹാരം വേണം. അതൊക്കെ തീരുമാനങ്ങൾ ഇന്ന് തന്നെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ മൃതദേഹമുള്ളതിന് തൊട്ടടുത്ത് തന്നെ മാറി കലക്ടറും MLA-മാരുമൊക്കെ ഇപ്പോൾ സംസാരിക്കുകയാണ്. എൽദോസിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവരോടൊക്കെ സംസാരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സമയം കഴിയുന്തോറും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ തീവ്രത കൂടും എന്നുള്ളത് ജില്ലാ കളക്ടർക്കായാലും MLA-മാർക്കായാലും ഒക്കെ അറിയാം. എത്രയും വേഗം ഈ മൃതദേഹം അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോഴും നാട്ടുകാർ ആ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്.